നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഓണം സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു മധുരമാണ്. അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസം, കുറച്ച് വെറൈറ്റി കൂടിയാണിത്. അപ്പം നമുക്കിതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. സേമിയ പായസം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ബോളി വേണം. ബോളി അടിപൊളിയായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സേമിയ പായസവും ബോളിയും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഉറപ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് നോക്കണം. ഓണം സീരീസിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ റെസിപ്പികളുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ ഒന്ന് കയറി നോക്കണം. സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതൊന്ന് ലൈക്ക് ചെയ്യണം. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വേഗം നമുക്ക് സേമിയ പായസം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വറുക്കാത്ത സേമിയാണ്. ഇത് ഞാൻ 2 കപ്പ് അളവിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വറുക്കാത്ത സേമിയ തന്നെയാണ്. വീട്ടിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, അതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം നമ്മൾ വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഒട്ടും ഇത് ഇവിടെ ഇട്ടിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകരുത്. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. 1-2 മിനിറ്റ് മാത്രം മതി ഇതൊന്ന് റെഡിയായി വരാൻ. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇവിടെ സേമിയ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഈ കളർ ആകുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഇതിൽ കൂടുതൽ ഇതിൽ കിടന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ വന്നാൽ വീണ്ടും ആ ചൂടിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറ് ചേഞ്ച് ആവും. എനിക്ക് അത്രയും ബ്രൗൺ കളർ ആവുന്നത് ഇഷ്ടമല്ല. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്ത് ഈ കളറിലാണ് ഞാൻ സേമിയ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് സേമിയയിൽ ചേർക്കാനുള്ള ഒരു സ്പെഷ്യൽ കാര്യമാണ്. ഓപ്ഷണലാണ്, വേണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഇതൊരു 10-15 എണ്ണം ഒന്ന് കുതിർത്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ പായസത്തിലേക്ക് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെയാണിത്. ഗോൾഡൻ കളറിലെ മുന്തിരിയും കുറച്ച് ബ്ലാക്ക് കളറിലെ മുന്തിരിയും രണ്ടും ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്, പിന്നീട് കുറച്ച് ഏലക്ക, അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇത് ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. കുറച്ച് പിസ്താഷ്യോ ജസ്റ്റ് ഒന്ന് ഇടാൻ വേണ്ടി ഞാൻ എടുത്ത് മാറ്റി വെച്ചതേ ഉള്ളൂ. ഓപ്ഷണലാണ്. ഇത് നമ്മുടെ ചൗവരി അഥവാ സാഗോ ഒരു 1/2 കപ്പ് അളവിൽ ഇന്നിത് ചേർക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് ചൗവരി ചേർക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഈ ചൗവരി ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഒരു 2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കോളും. ചവരി നല്ലതുപോലെ കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഇത് റെഡി ആയിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം കുറച്ച് വെള്ള പാർട്ട് ബാലൻസ് ഉണ്ട്. കുറച്ചും കൂടെ കുക്കാവുമ്പോൾ ആ വെള്ള കളർ ഫുള്ള് മാറിയിട്ട് നല്ലപോലെ കണ്ണാടി പോലെ ആവും. ആ ടൈം വരെ നമ്മളിത് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ അല്ലേ, ആ വെള്ള കളറൊക്കെ മാറി ഫുള്ള് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മുടെ ചവരി വന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുന്തിരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയാലോ, ഒന്ന് ബലൂൺ പോലെ ആയി വരുമ്പോൾ നമുക്കിതങ്ങ് എടുക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമ്മളിതങ്ങ് എടുക്കുവാണ്. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തങ്ങ് മാറ്റാം. ഇനി പായസം തയ്യാറാക്കാൻ കുറച്ച് ചുവട് കട്ടിയുള്ള ഒരു വലിയ പാത്രമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഉരുളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാനിവിടെ 2 കപ്പ് സേമിയ ആണ് പായസത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടിയ ക്വാണ്ടിറ്റിയാണ്, കാരണം ഓണം ആയതുകൊണ്ട് അയൽക്കാർക്കൊക്കെ കുറച്ച് കൊടുക്കാൻ വേണ്ടി കൂടിയാണത്. നിങ്ങൾക്കിപ്പം ആ അളവ് വേണ്ടെങ്കിൽ 1 കപ്പിന് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. 1 കപ്പ് സേമിയയ്ക്ക് 1.5 ലിറ്റർ പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 2.5 ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൗവരിയൊക്കെ ഇട്ട് വരുമ്പോൾ ഇതെന്തായാലും ഒന്നും കൂടി കുറുകും. അപ്പം കുറച്ച് പാല് നമുക്ക് അന്നേരം ഒഴിച്ചേ പറ്റുള്ളൂ. ഞാൻ ഈ പാലിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി 1 കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. അപ്പം ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ മാത്രമാണ് നമ്മളിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ പാല് നല്ലതുപോലെ തിളച്ചു. കുറച്ച് സമയമായി ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക്
ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഞാൻ പകുതി എത്തിയപ്പോഴാണ് വീഡിയോ പോസാണെന്ന കാര്യം ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് നിങ്ങളതിൽ കുറച്ച് പഞ്ചസാരയെ കണ്ടുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും 1 കപ്പ് പഞ്ചസാര മാത്രമാണ് ഇപ്പം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് വലിയ പാത്രമായിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിത് കുക്ക് ചെയ്യാണ്, സേമിയ ഒന്ന് റെഡിയായി വരാൻ. സേമിയ ഞാനിപ്പോൾ ഒന്ന് എടുത്തു നോക്കി, കുറച്ചും കൂടെ അത് കുക്കായി വരാനുണ്ട്. അപ്പം കുറച്ച് സമയം കൂടി ഞാൻ വീണ്ടും വേവിക്കുവാണ്. ഒരു 3-4 മിനിറ്റിന് ശേഷം വീണ്ടും നോക്കിയപ്പോൾ സേമിയ ഒരു ഓൾമോസ്റ്റ് ഒരു 70% ആയിട്ടുണ്ട്. ആ സമയത്ത് നമുക്കതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ പായസത്തിലേക്ക് നമുക്കതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പാലൊക്കെ ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ മാറ്റി വെച്ചിരിക്കുന്ന ഒരു 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് കൊടുത്ത് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. നമ്മുടെ പായസം ഒന്ന് വെറൈറ്റി ആവാൻ വേണ്ടി നമ്മൾ ഇതിൽ ചേർക്കുന്നത് കാരമലൈസ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. നോർമലായിട്ട് നമ്മൾ സാധാരണ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കും, പക്ഷേ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ കാരമലൈസ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക്. നമ്മുടെ സേമിയയിലോട്ട് ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു ടേസ്റ്റും നല്ലൊരു പ്രത്യേക ഒരു രുചിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ കണ്ടൻസ്ഡ് മിൽക്ക് നെക്സ്റ്റ് ടൈം സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കണം. നല്ലതുപോലെ ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് പിടിക്കും, കാരണം ഒരു കട്ടയായിട്ടാണ് നമ്മൾ അതിലേക്ക് ഈ കണ്ടൻസ് മിൽക്ക് ചെല്ലുന്നത്. ചൂടിൽ അത് പെട്ടെന്ന് തന്നെ ഉരുകി അങ്ങ് റെഡി ആയിക്കോളും. നല്ലൊരു മണമൊക്കെ നമ്മുടെ പായസത്തിൽ നിന്ന് ഇപ്പം തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർക്കാനുള്ളൂ. ഞാനിനി ഇതിലേക്ക് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 5-6 ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. അതൊരല്പം പഞ്ചസാര ചേർത്താണ് പൊടിച്ചത്. അപ്പോൾ അതിൻ്റെ ആ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊന്ന് അരിച്ചിട്ടത്. നിങ്ങൾക്കിപ്പോൾ തന്നെ കാണാം നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി. ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഇതിരുന്ന് കുറുകിപ്പോകും. നമ്മുടെ ചൂടായിരിക്കുന്ന പായസത്തിലേക്ക് നമുക്കിനി ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ആൽമണ്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് ചേർക്കാം. പ്രത്യേക ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഈ സ്പെഷ്യൽ പായസം ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് അങ്ങ് മാറ്റുവാണ്. നേരത്തെ ഞാൻ എടുത്തു വെച്ചിരുന്ന പിസ്താഷ്യം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ ചേർക്കുമ്പോൾ. ഇതൊരു സ്പെഷ്യലായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കുങ്കുമപ്പൂ ഇരുന്നതാണ്. ഞാനൊരു 1-2 സ്ട്രിങ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ഇളക്കിയിട്ട് നമുക്കത് കഴിക്കാം. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.